ഹായ് മച്ചാന്മാരെ, നിങ്ങളുടെ കയ്യിൽ കേർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണാണെങ്കിൽ, എഡ്ജ് സ്ക്രീൻ വരുന്ന ഫോണാണെങ്കിൽ നിങ്ങൾ യു വി ഗ്ലാസ് ഒട്ടിക്കാനായിട്ട് മടിച്ചും പേടിച്ചും ഒക്കെ നിൽക്കുമായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ യു വി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കറക്റ്റ് ഒട്ടിക്കണം. ഒട്ടിക്കുന്നതിനകത്ത് വരുന്ന പ്രശ്നമാണ്. പക്ഷേ ഇനിയിപ്പോൾ പേടിക്കണ്ട. ഈ ഒരു ടെമ്പേർഡ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ടെമ്പേർഡ് ഞാൻ കാണിക്കുന്നത്. ഫുൾ ഗ്ലൂ എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. യു വിയും കാട്ടിൽ ഇച്ചിരി പ്രൈസ് ഉണ്ട്. ഇത് ഫുൾ ഗ്ലൂ തന്നെയാണ്. എഡ്ജ് സ്ക്രീൻ ഫുള്ള് കവേർഡാണ്. നല്ല രീതിയിൽ സീറ്റാവും. പക്ഷേ ഇതിലിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒട്ടിക്കുമ്പം കറക്റ്റ് ഒട്ടിക്കണം. ഈ ഫുൾ സെറ്റോടെ താണ്ട് ഈ കാണിക്കുന്നതാണ് ആ ഒരു ടെമ്പേർഡ്. ഫുൾ ഗ്ലൂ ഫുള്ളായിട്ട് എഡ്ജ് വരെ ക്ലിയറായിട്ട് ഒട്ടും വെച്ചാൽ യു വി എങ്ങനെ കിടക്കുന്നോ അതേപോലെ കിടക്കും. അപ്പോൾ ഇതാണ് സാധനം. ഇതാണ്ടേ കാണിച്ചു തരാം, കണ്ടോ. യു വിയുടെ അതേപോലെ തന്നെ അതേ സെയിം തന്നെയാണ്. പക്ഷേ ഗ്ലൂന്നേ ഉള്ളൂ. നമ്മൾ നോർമലായിട്ട് ടെമ്പേർഡ് ഒട്ടിക്കുമല്ലോ അതേപോലെ തന്നെ. അതിനേക്കാട്ടിലും നല്ല ഗമ്മാണ്, നല്ല സീറ്റിംഗ് ആണ്. കറക്റ്റ് എഡ്ജ് ടു എഡ്ജ് കറക്റ്റ് ഫിറ്റാവും. ഈ വീഡിയോ എന്ന് പറയുന്നത് അറിയാത്തവർക്ക്, ഇങ്ങനെ ഒരു ടെമ്പേർഡ് ഉള്ള കാര്യം അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. യു വി ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡിസ്പ്ലേ പോയത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ യു വി ഒട്ടിക്കാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ, അല്ലെങ്കിൽ യു വിയെ വേണ്ട, യു വി ഇല്ലാതെ ചുമ്മാ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൊബൈൽ തന്നെ ഈ യു വി ഗ്ലാസ് ഒട്ടിക്കാൻ പേടിച്ചിട്ട് വന്നതാണ്. അന്നേരം ഞാൻ പറഞ്ഞപ്പോഴാണ് അയ്യോ അങ്ങനെയാണെങ്കിൽ ഒട്ടിച്ച് തരണേ എന്ന് പറഞ്ഞാണ് ഈ മൊബൈൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, വിവോ V20. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഫുൾ ഗ്ലൂ ടെമ്പേർഡ് നിങ്ങൾ ചോദിച്ചാൽ മതി. ഏത് ഷോപ്പിൽ പോയാലും അവർ വാങ്ങിച്ച് ഒട്ടിച്ച് തരും. ഫുൾ ഗ്ലൂ ചോദിച്ചാൽ മതി. യു വിയെക്കാട്ടിൽ ഇച്ചിരി പ്രൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇവിടെ ക്ലീൻ ചെയ്തു. ഞാനിപ്പോൾ ഇത് ഒട്ടിച്ച് കാണിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ലോണം ക്ലീൻ ചെയ്ത് നിങ്ങൾ തന്നെ ഒട്ടിക്കാന്നേ ഉള്ളൂ. ഫുൾ ഗ്ലൂ ടെമ്പേർഡ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് നിങ്ങൾ തന്നെ വീട്ടിൽ ഇരുന്ന് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചാൽ മതി. യാതൊരു ഇഷ്യൂ വരാൻ പോകുന്നില്ല. കറക്റ്റായിട്ട് സീറ്റാവും. ബബിൾ മാത്രം കയറാതെ ശ്രദ്ധിക്കുക. സൈഡിൽ ബബിൾ വരും, അത് നമ്മളിങ്ങനെ വരച്ച് അത് നൈസിന് ഇങ്ങനെ തേച്ച് തന്നെ എടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് തന്നെ നൈസിന് ഒരു സൈഡിൽ നിന്ന് പൊക്കിയിട്ട് പോലും നമുക്ക് ടെമ്പേർഡ് ഒരു സൈഡിൽ നിന്ന് പൊക്കിയിട്ട് ആ ബബിൾ ഇങ്ങനെ തേച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒട്ടിച്ചാൽ മതി. ഇനി യു വി അതായത് യു വി ഗ്ലാസ് നോക്കി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി തന്നെ മുമ്പേ വന്നതാണ് ഇത്. ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ആക്ച്വലി എല്ലാവർക്കും അറിയുമല്ലോ ഈ ഒരു ടെമ്പറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പം ഇങ്ങനെ ആൾക്കാരിങ്ങനെ ചോദിച്ച് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ടെമ്പേർഡുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും പറയാമെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ ഞങ്ങൾക്ക് അറിയാമെന്നൊന്നും വിചാരിക്കരുത്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോഴും കർവ്ഡ് ഡിസ്പ്ലേ ഉള്ളവർ ചിലരൊക്കെ ടെമ്പേർഡ് ഒട്ടിക്കാതെ കൊണ്ടു നടക്കുന്നത്, എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഗ്ലാസ് കാണിച്ചല്ലോ, അതിപ്പോൾ ഞാൻ ഒട്ടിക്കാൻ പോകും. പൊടിയെല്ലാം നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് നല്ല നീറ്റായിട്ട് തുടച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഗ്ലാസ് ഡയറക്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. പക്ഷേ നോർമൽ നമ്മൾ ഒട്ടിക്കുന്ന ടെമ്പേർഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ 100 രൂപയ്ക്കും 80 രൂപയ്ക്കൊക്കെ ഒട്ടിക്കുന്ന ടെമ്പേർഡ് ഉണ്ടല്ലോ, അതുപോലെ അല്ല. അത് ഞാൻ പ്രത്യേകം പറയാം. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പിടുത്തമായിരിക്കും, നല്ല പിടുത്തമായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് വെച്ചിട്ട് ഇല്ലെങ്കിൽ ഒരു സൈഡിൽ ഇരുന്ന് നിങ്ങൾക്ക് ഏതാണോ ബെറ്ററായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ഒരു സൈഡിൽ ഇരുന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ തള്ളി വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഇതാ കവർ പയ്യെ നൈസിന് ഇളക്കുന്നുണ്ട്. ഇത് നമ്മൾ നോർമൽ ടെമ്പേർഡ് പോലെ തന്നെയാണ്. മറ്റേതിനെക്കാട്ടിലും ഗമ്മംശം കൂടുതലാണ്. അത് ഞാൻ ഒട്ടിച്ചപ്പം എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതാണ്ട് കറക്റ്റായിട്ട് ഞാനൊരു പൊസിഷനിലേക്ക് കറക്റ്റ് നമ്മൾ വയ്ക്കുക, പേടിക്കാനൊന്നുമില്ല. കറക്റ്റ് ആ പൊസിഷനിൽ വെച്ചിട്ട് കണ്ടോ, ഞാൻ ആ പോയിൻ്റ് നോക്കിയാണ് കറക്റ്റ് വയ്ക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതെ. മെയിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കർവ്ഡ് ഡിസ്പ്ലേയിൽ കറക്റ്റ് സീറ്റിംഗ് ആണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനത് കറക്റ്റ് വയ്ക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കുകയാണ്, വെച്ചിട്ട് ഒട്ടിച്ച് കാണിക്കാം. ഇത് എന്തുകൊണ്ടും, അതായത് യു വി വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്ററാണ് വെച്ചാൽ അതിനെക്കാട്ടിലും ഭയങ്കര ഫിനിഷിംഗ് ആണ്. അപ്പോൾ അതാണ്ട് കറക്റ്റ് വെച്ചു. ഞാൻ എന്നിട്ട് ആ താഴെ ഇരുന്ന് ബാക്ക് കവർ എടുത്ത് മാറ്റി. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തരുന്നതാണ് ഇത് ടെമ്പർ ഒട്ടിക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, ബേസ് ബോർഡ് തന്നെയാണ്. അത് വെച്ചിട്ട് ഇങ്ങനെ നൈസിന് ഒരുപാടിട്ട് തെള്ളിയൊന്നും തെള്ളണ്ട. ഒരു അത്യാവശ്യം നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ബബിൾ കയറാതെ അങ്ങനെ എടുക്കുക. പക്ഷേ ബബിൾ വരും, സൈഡിൽ ബബിൾ വരും. സെൻറ്റർ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒറ്റ നീക്കിലങ്ങ് പോകും. അതേ സമയത്ത് കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ഈ സൈഡിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളിതാ ഒരു സൈഡിൽ ഇരുന്നും ഇങ്ങനെ സൈഡിൽ, അതായത് കേർവ്ഡിൻ്റെ സൈഡിൽ നമ്മൾ എയർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ താഴെ കൂടി നമുക്ക് തള്ളിക്കളയാനേ ഉള്ളൂ. സെൻറ്ററിൽ കൂടുതൽ നിർത്താതിരിക്കണം. അപ്പോൾ നമ്മൾ സെൻറ്റർ ആദ്യമേ പ്രസ് ചെയ്ത് താപോട്ടുണ്ടോ നേരെ പോയണ്ടോ. ഇനി ഈ സൈഡ് ഫുള്ളും
എത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. സൈഡിലോട്ട് ഇറങ്ങും, എന്നിട്ട് സൈഡ് അങ്ങ് തേച്ച് വിട്ടാൽ മതി, അത്രയേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും പേടിക്കാനോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളതൊന്നും പേടിക്കാനൊന്നും ഇല്ലാണ്ടോ, അത്രയേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഈ സൈഡ് എഡ്ജൊക്കെ ഞാൻ കുറച്ചൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഫുൾ സീറ്റിംഗ് ആണ്. നമ്മുടെ എന്താ പറയുക, യു വിയും കാട്ടിലും സൂപ്പറാണ്, നല്ല ഫിനിഷിംഗ് ആണ്, പൊളിയാണ് മച്ചാൻ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഒട്ടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, കാണുമല്ലോ താണ്ടേ, നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടല്ലോ. അപ്പോൾ ഇനി യു വി ഗ്ലാസ് ഒട്ടിക്കണമല്ലോ എന്ന് വിചാരിച്ച് പേടിക്കണ്ട, ഇത് വാങ്ങിച്ചങ്ങ് ഒട്ടിച്ചാൽ മതി. നിങ്ങൾ തന്നെ ഒട്ടിക്കാനേ ഉള്ളൂ, ഇല്ലെങ്കിൽ തൊട്ടടുത്ത ഷോപ്പിൽ കൊടുത്ത് ഒട്ടിക്കുക, അത്രയേ ഉള്ളൂ. സംഭവം പൊളിയാണ്. ഇത് നമ്മളിപ്പോൾ കുറേ നാളുകൊണ്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ഇതിനെപ്പറ്റിയൊന്നും എന്തിനാ ഒരു വീഡിയോ എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ ഇത് അറിയാത്തവർ ഒരുപാട് പേര് ഇങ്ങനെ തിരക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതാണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, പക്ക അല്ലേ. ഫിംഗർ പ്രിൻ്റൊന്നും ഒരു വിഷയമില്ല കേട്ടോ, ഫിംഗർ പ്രിൻ്റൊക്കെ പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ് ചെയ്യാൻ മറക്കില്ല വെച്ചാൽ ബൈ.